Now we move to theorem 18. Theorem number is from the starting of the module. This is section 3. വേണമെങ്കിൽ നമുക്ക് സെക്ഷൻ 3 ഫസ്റ്റ് തിയറം എന്നൊക്കെ പറയാം. നമ്മൾ മൊഡ്യൂൾ 1 തിയറത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് തിയറം 18 എന്ന് എഴുതിയിരിക്കുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോപ്പർട്ടീസ്, ചെറിയ 1-2 പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടീസ് നമ്മൾ മോഡുലസ് ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെറിയ റിസൾട്ട്സ് ആയിട്ട് കൂട്ടിയാൽ മതി. ടെക്സ്റ്റിൽ തിയറമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ 4 റിസൾട്ട്സ് ചേർത്താണ്. Theorem 18 states that modulus of AB equal to modulus of A into modulus of B for all AB element of R. That is the first statement. And second one, modulus of A square equal to modulus of A square equal to A square for all real numbers A. Third one, if C greater than or equal to 0, then modulus of A less than or equal to C if and only if minus C less than or equal to A less than or equal to C. A lies between minus C and plus C, including minus C and plus C. Subdivision D, അത് subdivision C യുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. മൈനസ് മോഡ് A less than or equal to A less than or equal to mod A for all real numbers A in for all real numbers A or for all A element of R. This is a statement, and first we move to the proof of part A. പ്രൂഫ് ഓഫ് പാർട്ട് എ. പാർട്ട് എയിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 2 റിയൽ നമ്പേഴ്സിനെ സംബന്ധിച്ച റിസൾട്ടാണ്. എ കോമ ബി എലമെന്റ് ഓഫ് ആർ. അപ്പോൾ 2 റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 2ഉം പോസിറ്റീവ് ആകാം, 2ഉം നെഗറ്റീവ് ആകാം, 2ഉം 0 ആകാം, ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം 0യും ആകാം. എ ബി റിയൽ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ സാധ്യതകളാണുള്ളത്. എ കോമ ബി ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ 0. ഇതിലേത് വേണമെങ്കിലും ആകും. നമുക്ക് പല കേസസ് ഉണ്ടാവും. ഫസ്റ്റ് കേസ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള എടുക്കാം. എയും ബിയും 0 ആകുന്നത്. എ ഈക്വൽ ടു 0 ആൻഡ് ബി ഈക്വൽ ടു 0. ദാറ്റ് ഇസ് കേസ് 1. എയും ബിയും 0 ആകുന്ന കേസിനെ നമുക്കറിയാം, എഴുതാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ട റിസൾട്ട്? ഈ റിസൾട്ട് കിട്ടുമെന്നാണ് നോക്കുക. 2 സൈഡും കാൽക്കുലേറ്റ് ചെയ്യുക, കിട്ടുമെന്ന് നോക്കുക. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് എയും ബിയും 0 ആയാൽ കിട്ടുമോ എന്നാണ് നോക്കുക. അപ്പോൾ നമ്മൾ പരിഗണിക്കുന്നത് എന്താ, ഈ കേസിൽ മോഡുലസ് ഓഫ് എ ഇൻറ്റു ബി. എയും 0 ആണ്, ബിയും 0 ആണ്. അപ്പോൾ എ ആൻഡ് ബി 0 ഇംപ്ലൈസ് എ കോമ ബി ഈക്വൽ ടു 0. എ ഈക്വൽ ടു ബി ഈക്വൽ ടു 0 ഇംപ്ലൈസ് എ ബി ഈക്വൽ ടു 0. എ ബിയും അപ്പോൾ 0 ആണ്, എഴുതേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ആദ്യം എഴുതുന്നത്. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു, അപ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു 0. Therefore മോഡുലസ് ഓഫ് എ 0, മോഡുലസ് ഓഫ് എ 0, മോഡുലസ് ഓഫ് ബി 0 മീൻസ് മോഡൽ ബൈ ഡെഫിനിഷൻ ഓഫ് മോഡുലസ് 0യിൽ മോഡുലസ് 0 ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് 0 ഇൻറ്റു 0 ആണ്. മോഡുലസ് ഓഫ് എ ബി 0 ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എ ബിയും 0 ആണ്. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. എയും ബിയും 0 ആണ്, പ്രോഡക്റ്റ് എ ബി 0 ആണ്. ഒരു നമ്പർ 0 ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് 0 ആണ്. അപ്പോൾ എ ബിയുടെ മോഡുലസ് 0 ആണ്, എയുടെ മോഡുലസ് 0 ആണ്, ബിയുടെ മോഡുലസ് 0 ആണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് പറയാവുന്നുള്ളൂ മോഡ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻ ദാറ്റ് കേസ്. ആൻഡ് ദെൻ വി മൂവ് ടു കേസ് 2. അപ്പോൾ എന്തായിരിക്കും രണ്ടാമത്തെ കേസ്? ഇനി നമുക്ക് രണ്ടും പോസിറ്റീവ് ആകുന്ന കേസ് എടുക്കാം. എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. എയും ബിയും പോസിറ്റീവ് ആണ്. ദെൻ വി നോ ദാറ്റ് വാട്ട് അബൌട്ട് എ ഇൻറ്റു ബി? എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് പി ഓർഡർ പ്രോപ്പർട്ടിയിൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു എ പ്ലസ് ബി എലമെന്റ് ഓഫ് പി, രണ്ടാമതുണ്ടായിരുന്നു എ ബി എലമെന്റ് ഓഫ് പി. അപ്പോൾ എയും ബിയും എലമെന്റ് ഓഫ് പി എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി ഗ്രേറ്റർ ദാൻ 0. ഒരു നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ മോഡുലസിനെ പറ്റി നമുക്കറിയാവുന്ന കാര്യം എന്താ? ദിസ് ഇംപ്ലൈസ് മോഡുലസ് എ ബി ഗ്രേറ്റർ ദാൻ 0 എന്നല്ല എഴുതിയേക്കുന്നത്. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ പോസിറ്റീവ് എ ബി ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എ ബി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും, പോസിറ്റീവ് നമ്പറിന്റെ മോഡുലസ്. 3 സബ് ഡിവിഷൻസാണ് പറഞ്ഞിരുന്നത്. മോഡുലസ് ഓഫ് എ ഈക്വൽ ടു എ ഇഫ് a greater than 0, 0 if a equal to 0,
0 if a equal to 0 എന്നാണ് കഴിഞ്ഞ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്തത്. ആൻഡ് മൈനസ് എ ഇഫ് എ ലെസ് ദാൻ 0, എ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇതാണ് എ ബി ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് എ ബിയുടെ മോഡുലസ് എ ബി തന്നെ ആയിരിക്കും. ആൻഡ് we can rewrite this AB. A is positive, A greater than 0 implies modulus of A equal to A. അല്ലെ അതിനെ തിരിച്ചെഴുതാം, A equal to modulus of A എന്ന് എഴുതാം. ഇവിടെ എന്താ A greater than 0 and B greater than 0. B greater than 0 implies modulus of B equal to B. അല്ലെങ്കിൽ ഈ A മോഡ് എന്ന് എഴുതാം, രണ്ടും ഈക്വലാ, B യെ മോഡ് B എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയത് this is equal to, since A is positive, ഈ കേസിൽ എഴുതുന്നത് A greater than 0 ആണ് ഈ കേസിൽ. അപ്പോൾ A greater than 0 ആണെങ്കിൽ മോഡുലസും ആ നമ്പറും സെയിം ആണ്. Therefore we can write modulus of A into B greater than 0. Therefore B can be viewed as modulus of B. Modulus of AB equal to modulus of A into modulus of B എന്നുള്ളത് അപ്പോഴും വാലിഡ് ആണ്. Then we move to next case. ആ കേസിൽ തന്നെ രണ്ട് കാര്യങ്ങൾ പറയാം, പേരിലൊരു പ്രാധാന്യം ഇല്ല. കേസ് 3, ഞാൻ എ ഗ്രേറ്റർ ദാൻ 0 ബി ലെസ് ദാൻ 0 എന്നെടുക്കുകയാണ്. എ ഗ്രേറ്റർ ദാൻ 0 ബി ലെസ് ദാൻ 0 എന്നെടുക്കുകയാണ്. നമുക്ക് രണ്ട് റിയൽ നമ്പേഴ്സ് ആണെന്നത്, അതിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് എന്ന് അതിനർത്ഥമുള്ളൂ. അല്ലെങ്കിൽ പേര് മാറ്റി കൊടുക്കാം. പോസിറ്റീവ് ആയിട്ടുള്ളതിനെ എ എന്ന് പേര് വിളിക്കാം, നെഗറ്റീവ് ആയിട്ടുള്ളതിനെ ബി എന്ന് പേര് വിളിക്കാം. അല്ലെങ്കിൽ തിരിച്ചു ആകാം, എ ലെസ് ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. കേസിന് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരിക്കും. ശരിക്കും either one of the numbers greater than 0 and the other less than 0. ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആയിരിക്കും, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ നമ്മൾ എന്താ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0 എന്ന് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇംപ്ലൈസ് വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. എ ബി ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. എ ബി എങ്ങനെയായിരിക്കും? എ ബി എസ് ലെസ് ദാൻ 0. നമുക്ക് റിസൾട്ടുകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എ ബി ലെസ് ദാൻ 0 എന്ന് നമുക്ക് അറിയാം. അപ്പോൾ മോഡുലസ് ഓഫ് എ ബി എന്തായിരിക്കും? എ ബി ലെസ് ദാൻ 0 നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. എ ലെസ് ദാൻ 0ൽ മോഡുലസ് മൈനസ് എ ആണ്. അപ്പോൾ എ ബിയുടെ മോഡുലസ് എന്താ പറയാം? മൈനസ് ഓഫ് എ ബിയുടെ മോഡുലസ് എഴുതി, അതുകൊണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കാം. മൈനസ് ഓഫ് എ ബി എന്ന് എഴുതാം. മൈനസ് ഓഫ് എ ബി എന്ന് പറയുന്നത് -1 ഇൻറ്റു എ ഇൻറ്റു ബി. 3 റിയൽ നമ്പേഴ്സ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാം. ഇനി എങ്ങനെ അസോസിയേറ്റ് ചെയ്യണം? ഇതിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. നെഗറ്റീവ് ആയിട്ടുള്ള നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത് അതിനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ ആ മൈനസ് സൈൻ നമുക്ക് ബിയുടെ ആക്ച്വലി -1 ഇൻറ്റു എ ഇൻറ്റു ബി, 3 റിയൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് എഴുതിയിട്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പം അത്രയൊന്നും ഞാൻ വിസ്തരിച്ച് എഴുതുന്നില്ല. അപ്പം എയുടെ കൂടെ മൈനസ് സൈൻ കൊടുത്തിട്ട് നമുക്ക് മോഡുലസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. എ അതേപോലെ തന്നെ നിർത്തുക. ഞാൻ മൈനസ് ഓഫ് ബി എന്ന് എഴുതുകയാണ്. എ മൈനസ് ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതാം. ബട്ട് എ ഈസ് പോസിറ്റീവ്, എ ഗ്രേറ്റർ ദാൻ 0, എ ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് ഓഫ് എ. ബി ഈസ് നെഗറ്റീവ്, ഇറ്റ്സ് നെഗറ്റീവ്, ബിയുടെ നെഗറ്റീവ് വിൽ ഗീവ് ദ മോഡുലസ് ഓഫ് ബി. മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ബി എന്ന് നമുക്ക് കിട്ടി. മോഡ് എ ബി ഈക്വൽ ടു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഇത് നമ്മൾ മോഡ് എ ബിയിൽ എഴുതി ഈക്വൽ ടു എഴുതി തന്നെ ഇവിടെ എത്താൻ വേണ്ടി ചെയ്തതാണ്. വേറൊരു തരത്തിലും ചെയ്യാം. മോഡ് എ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി. അതുപോലെ തന്നെ മോഡ് എ ഇൻറ്റു മോഡ് ബി വേറൊരു സൈഡിൽ നിന്ന് എഴുതി തുടങ്ങാം. മോഡ് എ തന്നെ ആയിരിക്കും, മോഡ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ആയിരിക്കും. എ ഇൻറ്റു മൈനസ് ബി എയും മൈനസ് ഓഫ് എ ബി എന്ന് എഴുതാം. രണ്ടും ഈക്വലാന്ന് അങ്ങനെ സെപ്പറേറ്റ് എഴുതി, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെപ്പറേറ്റ് എഴുതി വേണമെങ്കിലും നമുക്ക് ആർഗ്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വേണമെങ്കിലും പ്രൂഫ് കൊടുക്കാം. പക്ഷെ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്. മോഡ് എ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിനെ ഈക്വൽ ടു എന്ന ഒറ്റ സ്ട്രെച്ചിൽ എഴുതി മോഡ് എ ഇൻറ്റു മോഡ് ബി എന്ന് എഴുതുന്നതാണ് ഒരു ഭംഗി. അതുകൊണ്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഇനി നമുക്ക് കേസ് 3ലേക്ക് പോകാം. ഈ മോഡുലസിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കും, അതുകൊണ്ട് അത് ഞാൻ ഇവിടുന്ന് എറേസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കേസ് 3ലേക്ക് പോകാം. അടുത്ത കേസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ അടുത്ത ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, എ പോസിറ്റീവും ബി നെഗറ്റീവും നമ്മളിപ്പോൾ പറഞ്ഞ്. രണ്ട് നമ്പേഴ്സ് ആണ്, പേര് കൊടുക്കുമ്പോൾ പോസിറ്റീവിനെ എന്ന് വിളിച്ചാലും മതി. ഇനി എ ലെസ് ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ എന്ത് വേണം? ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, പ്രോഡക്റ്റ് നെഗറ്റീവ്. മോഡ് എ ബി എഴുതുമ്പോൾ
എ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നെഗറ്റീവ് സൈൻ നമ്മളിവിടെ ഈ കൂട്ടത്തിൽ കൊണ്ട് കൊടുക്കും. പ്രോഡക്റ്റിനെ മൈനസ് എ ഇൻറ്റു ബി എന്ന് എഴുതും. ബി പോസിറ്റീവ് ആണെങ്കിൽ ബി ഈക്വൽ ടു മോഡ് ബി. എ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എന്ന് പറയുന്നത് മോഡ് ആയിരിക്കും. അങ്ങനെ എയുടെയും ബിയുടെയും റോൾ ഇന്റർചേഞ്ച് ചെയ്ത് അത് മാറിക്കിട്ടും. അപ്പോൾ വേണമെങ്കിൽ when a less than 0, b less than 0, changing roles of a and b. When a less than 0, b greater than 0, change roles of a and b. Roles of a and b യുടെയും b യുടെയും റോള് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇന്റർചേഞ്ച് ചേഞ്ചിങ് എന്നല്ല, ഇന്റർചേഞ്ച് റോൾസ് ഓഫ് എ ആൻഡ് ബി ടു ഗെറ്റ് ദ പ്രൂഫ്. അതാണ് ഈ കേസിൽ നമ്മുടെ മാർഗം. കേസ് 3യുടെ രണ്ടാമത്തെ പാർട്ടിൽ. ദെൻ വി മൂവ് ടു കേസ് 4 ഓഫ് ദ റിയൽ നമ്പേഴ്സ് എ ആൻഡ് ബി. കേസ് 4 എന്തായിരിക്കും? എയും ബിയും 0, എയും ബിയും പോസിറ്റീവ്, ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്, ഇനി രണ്ടും നെഗറ്റീവ്. കേസ് 4 എ ലെസ് ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0, രണ്ടുപേരും ഒരുമിച്ച് നെഗറ്റീവായി എന്ന് വിചാരിക്കും. രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിൽ എ ബിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ വാട്ട് അബൌട്ട് ദ പ്രോഡക്റ്റ് എ ബി? നമ്മളുടെ ഓർഡർ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് ഉപയോഗിച്ച് എ ബി ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എ ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. ദെൻ മോഡുലസ് ഓഫ് എ ബി. മോഡുലസ് ഓഫ് എ ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു എ ബി. നമുക്ക് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടേ? മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യും? ഈ എ ബി ഇങ്ങനെയും എഴുതാം, മൈനസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് എഴുതിയാൽ രണ്ട് നെഗറ്റീവ്, അത് പോസിറ്റീവ് ആകും. എ ലെസ് ദാൻ 0 മൈനസ് എ എന്ന് പറയുന്നത് എന്താ? എയുടെ മോഡുലസ്. ബി ഈസ് ഓൾസോ ലെസ് ദാൻ 0 മൈനസ് ബി ഈസ് ദ മോഡുലസ് ഓഫ് ബി. ഇങ്ങനെ എഴുതിയാൽ ഒറ്റ സ്ട്രെച്ചിൽ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു എ ബി എന്ന് എഴുതുക. മോഡുലസ് ഓഫ് എ ഈക്വൽ ടു മൈനസ് എ, മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മൈനസ് ബി, മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി. LHS ആൻഡ് RHS ആർ ഈക്വൽ. അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക, ഇതുപോലെ എഴുതുക. അതാണ് ഭംഗിയുള്ള ഒരു പ്രൂഫ്. അപ്പോൾ ഇനി വേറെ കേസസ് ഒന്നുമില്ല. രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തു, ഒന്നുകിൽ രണ്ടും 0 ആകാം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആകാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആകാം. അതിൻ്റെ രണ്ട് കേസസ് എയ്ക്കും ബിക്കും പേര് കൊടുത്ത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ ഓൾ കേസസ് എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പർ എ ബി എലമെന്റ് ഓഫ് ആർ എടുത്താലും ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് ആർ മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. അപ്പോൾ ഈ പ്രൂഫിൽ ഇനി ഒന്നും എഴുതാനില്ല. ഞാൻ ഇതിലെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നോക്കി തന്നെ വേണമെങ്കിൽ നോട്ട് എഴുതാം. ഞാൻ നോട്ട്സ് ഫോട്ടോ എടുത്തിടുകയും ആവശ്യം എന്നുണ്ടെങ്കിൽ നോട്ട്സ് ഫോട്ടോ എടുത്തിടുകയും ചെയ്യാം. അതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ സ്ക്രീനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പോസ് ചെയ്ത് വെച്ചാൽ പാർട്ട് എയുടെ പ്രൂഫായി. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ട്സ് എഴുതാം. അപ്പോൾ നോട്ട്സും കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. എക്സർസൈസ് പ്രോബ്ലംസ് ഇനിയും ഉണ്ടായിരുന്നു. അത് നമുക്ക് സമയം പോലെ ചെയ്ത് ഒന്നുകിൽ മറ്റൊരു ബുക്കിലല്ലേ ബുക്കിൻ്റെ മറുവശത്ത് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എക്സർസൈസ് പ്രോബ്ലംസ് എടുത്ത് തനിയെ ചെയ്ത് നോക്കാവുന്നതുമാണ്. എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 1 ഇയർ ലെന്തുള്ള കോഴ്സ് എടുത്താലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമയമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. എല്ലാം ചെയ്യിപ്പിച്ച് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടേതായ സമയമെടുത്ത് കാര്യങ്ങൾ തനിയെ കുറേ കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പാർട്ട് BCD ചെയ്യാനുണ്ട്. അതിനുവേണ്ടി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.